ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ച വിധിക്കെതിരായ രാഷ്ട്രപതിയുടെ റഫറൻസിൽ സുപ്രീം കോടതി മറുപടി ഇന്ന്. വിധി പറയുക ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ച്. രാഷ്ട്രപതി ഉന്നയിച്ചത് 14 ചോദ്യങ്ങൾ. കേരളം, തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് നിർണായകം. ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിൽ നിർണായക കണ്ടെത്തൽ. വിദേശത്തുള്ള ഭീകരർ ഇന്ത്യയിലുള്ളവരുമായി നിരന്തരം ബന്ധപ്പെട്ടു. ഫോൺ കോളുകൾ എത്തിയത് അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാക് അധീന കശ്മീരിൽ നിന്നും. ഡൽഹി സ്ഫോടന കേസിൽ 3 പേർ കൂടി അറസ്റ്റിൽ. കോഴിക്കോട് കോർപ്പറേഷൻ കല്ലായി ഡിവിഷനിലെ പുതിയ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇന്ന്. VM വിനുവിന് പകരക്കാരനായി പ്രമുഖ സ്ഥാനാർത്ഥി ഉണ്ടായേക്കില്ല. പ്രാദേശിക കോൺഗ്രസ് നേതാക്കളായ ബൈജു കാളക്കണ്ടി, KV സുരേഷ് ബാബു എന്നിവർ പരിഗണനയിൽ. സംസ്ഥാനത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനുള്ള സമയം നാളെ അവസാനിക്കും. തെരുവുനായ ആക്രമണത്തിൽ നഷ്ടപരിഹാരം നൽകാനൊരുങ്ങി കർണാടക. കടിയേൽക്കുന്നവർക്ക് 3500 രൂപ നഷ്ടപരിഹാരം. പേവിഷബാധയേറ്റാലോ മരിച്ചാലോ 5 ലക്ഷം രൂപയും നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. ശബരിമലയിൽ ഇന്നു മുതൽ പ്രതിദിനം ദർശനം 75,000 പേർക്ക് മാത്രം. സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കുക 5000 പേർക്ക്. നിയന്ത്രണം തിങ്കളാഴ്ച വരെ. സന്നിധാനത്ത് ഇന്നും ഭക്തജനത്തിരക്ക്. ബീഹാർ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ചടങ്ങുകൾ രാവിലെ 11:30 പാട്നയിൽ. പ്രധാനമന്ത്രി അടക്കമുള്ളവർ പങ്കെടുക്കും. മുഖ്യമന്ത്രിക്കൊപ്പം 22 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് സൂചന. നിതീഷ് കുമാർ മുഖ്യമന്ത്രിയാകുന്നത് 10ാം തവണ.